ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ റഷ്യൻ നിർമ്മിത ഓറസ് ലിമോസിൻ കാറിൽ 45 മിനിറ്റ് എന്ത് ചെയ്യുകയായിരുന്നു? ഇത് പുടിന്റെ മറുപടിയാണ്. ഒരു രഹസ്യവുമില്ല. അലക്സയിൽ ട്രംപുമായി എന്തൊക്കെ സംസാരിച്ചു എന്നത് മോദിയോട് പറയുകയായിരുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഹോട്ടലിൽ എത്തിയിട്ടും ഇരു നേതാക്കളും കാറിൽ അല്ലെങ്കിൽ ആ കാറിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് 45 മിനിറ്റ് സംസാരിച്ചു. എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ ഹോട്ടലിലേക്ക് കയറിയില്ല? ഇരുവരും തമ്മിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നതായിരുന്നു ഇപ്പോൾ ലോകം ഉറ്റുനോക്കിയിരുന്നത്. ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാകട്ടെ ഹോട്ടൽ റൂമിനെ പോലും വിശ്വസിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കാരണം അദ്ദേഹം പറഞ്ഞത് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞാൻ പറഞ്ഞത്. മാത്രമല്ല അത് മറ്റാരും അറിയാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്നും റഷ്യയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കാറിൽ ഇരുന്നു കൊണ്ട് മോദിയുമായി സംസാരിച്ചത് എന്നതാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചൈനീസ് ഹോട്ടലിനെ പോലും വിശ്വസിക്കാതെ ഇതിനായി പുടിൻ തിരഞ്ഞെടുത്തത് സ്വന്തം കാർ തന്നെയായിരുന്നു. ഹോട്ടൽ റൂമിൽ ക്യാമറയും മറ്റ് സെൻസർ ഉപകരണങ്ങളും കാണുമെന്നതും അതിനാൽ തന്നെ തങ്ങളുടെ സംഭാഷണം ചോരാതിരിക്കാൻ വേണ്ടിയാണ് പുടിൻ ഇത്തരമൊരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പോൾ വെളിവാകുന്നത്. എന്നാൽ പുടിൻ തന്നെയാണ് ഇപ്പോൾ ഇരുവരും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പുടിൻ ചർച്ചയിൽ ട്രംപ് ആരായി എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അലാസ്ക ഉച്ചകോടിയിൽ നടന്ന ചർച്ചകളെ കുറിച്ച് മോദിയോട് സംസാരിച്ചതായി അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നു. ഉച്ചകോടി നടന്ന വേദിയിൽ നിന്ന് മറ്റ് ഹോട്ടലിലേക്ക്, അതായത് അവിടെ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു ഹോട്ടലിലേക്ക്, ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യാത്ര ചെയ്തത് ഒരേ വാഹനത്തിലായിരുന്നു. പുടിന്റെ കാറിലെ ഒരുമിച്ചുള്ള യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതിൽ പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹം ഇത്തരമൊരു കാര്യം വ്യക്തമാക്കിയത്. അലാസ്കയിലെ ചർച്ചയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. പുടിനുമായി കാറിൽ വെച്ച് നടന്ന സംഭാഷണം ഉൾക്കാഴ്ച പകരുന്നതായിരുന്നു എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ഇതിനോട് പ്രതികരിച്ചത്. മാത്രമല്ല അവിടെ ഷാങ്ഹായ് ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു. അതുപോലെ ഉൾക്കാഴ്ച പകരുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ നൽകുന്നതെന്നും മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു കുറിപ്പ് തയ്യാറാക്കിയതും. അതുപോലെ യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ഓഗസ്റ്റ് പകുതിയോടുകൂടി തന്നെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തിയതെന്നും അലാസ്കയിലെ റഷ്യ ഉച്ചകോടി തീർച്ചയായും ക്രമീകരിക്കുകയും അല്ലെങ്കിൽ ക്രിയാത്മകമായിരിക്കുകയും എന്ന് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തതായും ഇവിടെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് റഷ്യയുടെ ഉന്നത സാമ്പത്തിക പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ പല കാര്യങ്ങളും ധാരണയിലെത്തിയെന്നും യുഎസും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിന് വലിയ സാമ്പത്തിക സാധ്യതയുണ്ട് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഔറസ് ലിമോസിൽ അദ്ദേഹത്തിന്റെ, അതായത് റഷ്യൻ നിർമ്മിതമായ അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ ഉപേക്ഷി ചർച്ചാവേദിയിലേക്ക് യാത്ര ചെയ്തതും വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. ഉഭയകക്ഷി ചർച്ചാവേദിയിൽ എത്തിയതിനു ശേഷവും അവർ ഏകദേശം 45 മിനിറ്റോളമാണ് ഈ കാറിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ യുക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതും മനുഷ്യരാശിയുടെ ആവശ്യമാണ് എന്നതായിരുന്നു. മേഖലയിലെ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള വഴികൾ കണ്ടെത്തണമെന്നായിരുന്നു മോദി പുടിനോട് പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നു. അതുപോലെ റഷ്യൻ നേതാവിനെ സ്വീകരിക്കാനായി ഇന്ത്യ കാത്തിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ മോദി അറിയിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.